നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ BJP. കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപത്തിനിരയായ വയോധികയുടെ വീട് CPM പ്രാദേശിക നേതൃത്വം സന്ദർശിച്ചു. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് അധിക്ഷേപത്തിനിരയായ പൊറത്തുശ്ശേരി സ്വദേശിനി ആനന്ദവല്ലി. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം. വടക്കാഞ്ചേരി ഇൻസ്പെക്ടറുടെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പരാതിക്കാർ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി. തൃശൂർ സിറ്റി ACP സലീഷ് N ശങ്കരനെ സ്ഥലം മാറ്റി. KG സുരേഷ് പുതിയ ACP സ്ഥലം മാറ്റിയത് CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. സംസ്ഥാനത്ത് പാൽ വില കൂടും. ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വർധനയെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നതോടെയാണ് പ്രതികൾ പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ അന്തിമ തീരുമാനം എടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറും ഇടക്കാല ഗതാഗത സമിതിയും സമർപ്പിച്ച റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വ്യക്തമാക്കിയ കോടതി അതുവരെ ടോൾ പിരിവ് പാടില്ലെന്നും നിർദ്ദേശിച്ചു. ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നാണ് ഹർജിക്കാരുടെ നിലപാട്. ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് NHAI കോടതിയെ അറിയിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാതയിലെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചെന്ന് കാണിച്ച് കളക്ടർ ചൊവ്വാഴ്ച നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവരാണ് ടോൾ തടയണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ടോൾ തടഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടും ഗതാഗതക്കുരുക്കും സർവീസ് റോഡുകളുടെ തകർച്ചയുമടക്കമുള്ള വിഷയങ്ങൾ തുടരുകയാണെന്ന് ഹർജിക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതിഷേധം വീണ്ടും ശക്തമാക്കാൻ BJP. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുക, ED കണ്ടുകെട്ടിയ പണം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പൊറത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് വെള്ളിയാഴ്ച വൈകിട്ട് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടത്തിയ സംവാദത്തിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം ഉയർന്നു വന്നിരുന്നു. വയോധികയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ CPM പ്രാദേശിക നേതൃത്വം വയോധികയുടെ വീട് സന്ദർശിച്ചു. പൊറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലിയെയാണ് CPM ലോക്കൽ സെക്രട്ടറി RN ജീവൻലാൽ വീട്ടിൽ പോയി സന്ദർശിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കൈമലർത്തിയെന്ന സങ്കടം ആനന്ദവല്ലി പങ്കുവച്ചതായി നേതാക്കൾ പറഞ്ഞു. ആനന്ദവല്ലിക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി. CPM ലോക്കൽ കമ്മിറ്റി അംഗം MK ഗിരീഷ്, NS വിഷ്ണു, ബ്രാഞ്ച് സെക്രട്ടറി CR മനോജ്, DYFI മേഖലാ സെക്രട്ടറി PM നന്ദുലാൽ എന്നിവരും ആനന്ദവല്ലിക്ക് പിന്തുണയുമായി എത്തി. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നു എന്ന് പൊറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലി പറഞ്ഞു. സുരേഷ് ഗോപി അധിക്ഷേപിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആനന്ദവല്ലി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും ഇത് ലഭിക്കാൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ പണമില്ലെന്ന കാരണമാണ് അധികൃതർ പറയുന്നതെന്നും ആനന്ദവല്ലി പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചാൽ നിക്ഷേപതുക തിരികെ ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാലാണ് താൻ ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത്. തിരക്ക് മൂലം തുടർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്നും ആനന്ദവല്ലി പറഞ്ഞു. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്ന വിവാദത്തിൽ വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ സ്ഥലം മാറ്റിയ നടപടിക്ക് തിരിച്ചടി. ഷാജഹാന്റെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത്
രാഷ്ട്രീയ പകപോക്കലാണെന്നാരോപിച്ച് KSU സംസ്ഥാന നേതൃത്വം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ ഇതേ പ്രതികളെ വീണ്ടും നിയമാനുസൃതമായ രീതിയിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കാൻ കോടതി ഉത്തരവിട്ടു. പരാതിക്കാരൻ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്നും കോടതി വ്യക്തമാക്കി. ഇത് വാദിക്കും പ്രതിക്കും നീതി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അക്രമകാരിയായ പ്രതിക്ക് വിലങ്ങ് വയ്ക്കാൻ പോലീസിന് നിയമപരമായ അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിലവിൽ പോസ്റ്റിംഗ് ലഭിക്കാത്ത ഇൻസ്പെക്ടർ UK ഷാജഹാനെ വടക്കാഞ്ചേരിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. തൃശൂർ സിറ്റി ACP സലീഷൻ ശങ്കരന്റെ സ്ഥലം മാറ്റി. പാലക്കാട് നർക്കോട്ടിക് സെല്ലിലേക്കാണ് മാറ്റിയത്. KG സുരേഷാണ് പുതിയ ACP. അതേസമയം സലീഷൻ ശങ്കരനെതിരെ ഏതാനും ദിവസം മുമ്പ് കസ്റ്റഡി മർദ്ദനത്തിന്റെ പേരിൽ ആരോപണം ഉയർന്നിരുന്നു. 7 വർഷം മുമ്പ് കൊല്ലങ്കോട് സ്വദേശിയെ CI ആയിരുന്ന സലീഷൻ ശങ്കർ മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ ACPയുടെ ഇപ്പോഴത്തെ സ്ഥലം മാറ്റത്തിന് കാരണം കസ്റ്റഡി മർദ്ദനം അല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും മുക്കാട്ടുകര ബൂത്തിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അന്യായം ഫയലിൽ സ്വീകരിച്ച കോടതി ഈ മാസം 23-ന് റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി TN പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വ്യാജ സത്യപ്രസ്താവന ബോധിപ്പിച്ചാണ് തൃശൂർ മണ്ഡലത്തിലെ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത്. ഒരേ വിലാസത്തിൽ ഭാര്യയും മക്കളും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഇപ്രകാരം ചേർത്തത്. ഇത് സംബന്ധിച്ച് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു മറുപടിയും നൽകിയില്ല. വിവരാവകാശ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ അപേക്ഷ നൽകിയെങ്കിലും നിരസിച്ചു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ഈ നിമിഷം വരെ തന്നെ പോലീസ് അറിയിച്ചിട്ടില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന തൃശൂർ ACPയെ ഇപ്പോൾ സ്ഥലം മാറ്റിയതിൽ ഗൂഢാലോചന ഉണ്ടെന്നും CPM BJP ഡീലിന്റെ ഭാഗമായാണ് ACP സലീഷൻ ശങ്കറിനെ സ്ഥലം മാറ്റിയതെന്നും പ്രതാപൻ ആരോപിച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ പരാതിയിൽ നാളിതുവരെയായും പോലീസ് യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗികമായ മറുപടിയും നൽകിയിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3-ാം നമ്പർ കോടതിയിൽ നേരിട്ട് ഹാജരായി മജിസ്ട്രേറ്റ് സ്വകാര്യ അന്യായം ഇന്ന് ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതി ഫയൽ സ്വീകരിച്ചു. 23-ാം തീയതി പോലീസിനോട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ACPയെ മാറ്റിയതിൻ്റെ പുറകിൽ CPM BJP ഡീലിൻ്റെ ഭാഗമാണ്. സുരേഷ് ഗോപിയുടെ കീഴിൽ ഒരു കേസെടുത്ത ആളാണ് ACP. അതേപോലെ ഈ കേസും എടുക്കാൻ എല്ലാ വകുപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഒരുപക്ഷെ ആ സമ്മർദ്ദം അദ്ദേഹം വഴങ്ങാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ നാർക്കോട്ടിക് സെല്ലിലേക്ക് മാറ്റിയത്. തൃശൂർ പൂരത്തിന് സുരേഷ് ഗോപി ആംബുലൻസിൽ യാത്ര ചെയ്തെന്ന പരാതിയിൽ കേസെടുത്തയാളാണ് സ്ഥലം മാറ്റിയ ACP. അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി ACP അന്വേഷിച്ചാൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുമെന്ന ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും അവസാന നിമിഷം വരെ നിയമപോരാട്ടം തുടരുമെന്നും പ്രതാപൻ പറഞ്ഞു. ഈ നിമിഷം വരെ പരാതിക്കാരനായ എൻ്റെ അടുത്ത് ഞാൻ 2 തവണ നിയമോപദേശം തേടിയെന്നും ഈ കേസ് അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് മറുപടി തരുന്നുണ്ട്. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. വാർത്താസമ്മേളനത്തിൽ AICC അംഗം അനിൽ അക്കര, കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് MR മൗനിഷ് എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് പാൽ വില കൂടും. ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വർദ്ധിപ്പിക്കുകയെന്ന് മന്ത്രി J. ചിഞ്ചുറാണി നിയമസഭയിൽ പറഞ്ഞു. മിൽമയ്ക്കാണ് പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത്. ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ കൊടിമരം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിറമാല ആഘോഷത്തിന്റെ നിറവിൽ തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രം. 100 കണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി വാദ്യാർച്ചനയിൽ പങ്കെടുത്തു. തിരുവില്വാമല നിറമാലയോടെ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവ കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. നിറമാല ദിവസം വില്വാദ്രിനാഥിന് മുന്നിൽ വാദ്യാർച്ചന നടത്തി തുടങ്ങിയാൽ ഉത്സവകാലം സമൃദ്ധമാകുമെന്ന വിശ്വാസത്തിൽ നിരവധി വാദ്യകലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി.
വില്വാദ്രിനാഥനെ വണങ്ങാൻ ഉടമകൾ ആനകളെ ഏക്കമൊഴിവാക്കിയാണ് എത്തിച്ചത്. തിരുനാവായിയിൽ നിന്നെത്തിച്ച 15,000-ഓളം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾ അലങ്കരിച്ചു. പ്രതിഷ്ഠകളിലും തിടമ്പുകളിലും താമരമാലകൾ ചാർത്തി. കുരുത്തോലകളും കുലവാഴകളും താമരമാലകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ക്ഷേത്ര സന്നിധാനം ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. രാവിലെ 5-ന് കലാമണ്ഡലം അച്യുതൻ, ഞെരളത്ത് രാമദാസ്, സിന്ധു ശ്രീകുമാർ എന്നിവരുടെ അഷ്ടപതിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 8-ന് ശീവേലി എഴുന്നള്ളിപ്പിലെ പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരായിരുന്നു വാദ്യപ്രമാണി. ഉച്ചയ്ക്ക് 12-ന് കലാമണ്ഡലം രാധാമണിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അരങ്ങേറി. TCV ന്യൂസ്, തിരുവല്ലുവാമല. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. പാർലിക്കാട് സ്വദേശി അഖിലിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കേസിലെ പ്രധാന പ്രതിയായ മുളങ്ങുന്നത്കാവ് കണ്ണഞ്ചേരി വീട്ടിൽ സുബിൻ ഒളിവിലാണ്. കേസിലെ മറ്റു 2 പ്രതികളും ദമ്പതികളുമായ പോത്തൻകോട് മേലേവിള പുത്തൻവീട് റംസി, ഭർത്താവ് അജ്മൽ എന്നിവരെ ചേലക്കര പോലീസിന്റെ മറ്റൊരു കേസിൽ പിടിയിലാണ്. 2022-ൽ പരാതിക്കാരന്റെ കയ്യിൽ നിന്നും പല പ്രാവശ്യമായി 5.5 ലക്ഷം രൂപ ISROയിൽ സൂപ്പർവൈസറായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തുവെന്നാണ് പരാതി. പാലപ്പിള്ളി ഹാരിസൺ മലയാളം കമ്പനി അക്കൌണ്ടിൽ അടയ്ക്കേണ്ട 35 ലക്ഷം രൂപ തട്ടിയ കേസിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിരുന്ന വയനാട് സ്വദേശി പൊട്ടേങ്ങൽ വീട്ടിൽ ഷഫീഖാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കമ്പനി ഓഡിറ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്ന് കമ്പനി മാനേജർ ഷാനവാസ് വരന്തരപ്പള്ളി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കരാറുകാർക്കും ഇടപാടുകാർക്കും നൽകാൻ കൊച്ചിയിലെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ട തുക ഷഫീഖ് സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി എന്നാണ് കേസ്. ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്രയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ 4 ലക്ഷം കവർന്നു. തൃപ്രയാർ ലൈറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപിനാണ് പണം നഷ്ടമായത്. മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത്. ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പിന് പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത്. ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത്. OTPയും പിൻ നമ്പറും ഉൾപ്പെടെ പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് വിനയായത്. 8 തവണയായി 4,03,000 രൂപയോളം നഷ്ടപ്പെട്ടു. സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള റോഡിന്റെ ഭാഗം 4 പാതയാക്കി വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ 25.57 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1.8 കിലോമീറ്റർ റോഡിലെ കുപ്പിക്കഴുത്ത് അടക്കം പരിഹരിച്ച് വികസിപ്പിക്കുന്നതിനാണ് ഭൂമി ഏറ്റെടുക്കുന്നത്.
ഭൂമിയുടെ വില, കെട്ടിടങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും വില, പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള തുക ഉൾപ്പെടെയാണ് അനുവദിച്ചത്. 117 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. പഠിത്തത്തിനിടയിലെ പാട്ടുമായി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് തൃശൂരിലെ 2ാം ക്ലാസ്സുകാരൻ മനോ വിസ്മയ്. വീഡിയോ ദക്ഷിണേന്ത്യയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഈ കുട്ടി പ്രതിഭയെ തേടി അപ്രതീക്ഷിത ക്ഷണവുമെത്തി. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി കണ്ട നേരം കൊഞ്ചനായി, മിന്നലിൽ കൊഞ്ചനായി. നോട്ട്ബുക്ക് എഴുതുമ്പോൾ പാടാനൊരു തോന്നൽ. ഹിറ്റ് ഗാനമായ മിന്നൽ വള തന്നെ ഉന്നം, അതും സുരേഷ് ഗോപി ശൈലിയിൽ. ഇത് മൊബൈലിൽ പകർത്തിയ അമ്മ വിസ്മിത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ വീഡിയോ വൈറൽ. കണ്ണൂടെ കണ്ടപ്പോ കണ്ടെത്തിയ 1000 താരകൾ പൂത്തു വന്ന് പിന്നെയും പിന്നെയും കണ്ട നിറം പുഞ്ചിരി പൂത്തുളഞ്ഞു. കാണാതെ ഭയുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേർന്നിറഞ്ഞു, പൂപ്പോലെ നീ വിരിഞ്ഞു. നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹർ, ചലച്ചിത്ര താരങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മണികണ്ഠ രാജൻ, ഗീതി സംഗീത, ഗായകൻ അനൂപ് ശങ്കർ ഇങ്ങനെ നീളുന്നു വീഡിയോയ്ക്ക് കമന്റ് ചെയ്ത പ്രഗത്ഭരുടെ നിര. ഒടുവിൽ തമിഴകത്ത് നിന്ന് സിനിമയിൽ അഭിനയിക്കാനും ക്ഷണമെത്തി. സാധാരണ നമ്മൾ സ്റ്റാറ്റസ് ഇടില്ലേ, അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആള് പറഞ്ഞു, ടീച്ചറെ ഇതൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോസ്റ്റ് ചെയ്യോ. അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് 1.6 മില്യൺ വ്യൂവേഴ്സ് ആണ് കിട്ടിയത്. പാടാനുള്ള ഇഷ്ടം കൂടിയ ആൾക്ക്. വൈറൽ താരമായതോടെ ലഭ്യമാകുന്ന അഭിനന്ദനങ്ങൾക്ക് നിഷ്കളങ്കമായ ചിരിവിടർത്തിയായിരുന്നു മനോയുടെ പ്രതികരണം. ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പാട്ട് പാടിയപ്പോ ഞാൻ അറിഞ്ഞില്ല അമ്മ വീഡിയോ എടുക്കണത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതായതാ. സ്കൂളിലൊക്കെ എങ്ങനെ ഇപ്പൊ കുട്ടികളൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ പാട്ട് വീണ്ടും പാടണമെന്ന്. ഫ്ലൂട്ടിസ്റ്റും സംഗീതജ്ഞനുമായ അരിമ്പൂർ സ്വദേശി മനോഷിന്റെയും നൃത്താധ്യാപികയായ RLV വിസ്മിതയുടെയും മകനാണ് 7 വയസ്സുകാരൻ മനോ. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു, സ്റ്റേജിലും നാട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ വൈറൽ തന്നെയായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ അത് കുട്ടികൾ വൈറലാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ചേച്ചി പ്രണയയും കുട്ടി ഗായികയാണ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഈ കലാകുടുംബം തയ്യാറാക്കിയ കണ്ണനൊരു പിറന്നാൾ പാട്ടും ഏറെ ശ്രദ്ധ നേടി. കുട്ടി മനോ വേടന്റെ കടുത്ത ആരാധകനാണ്. പാട്ടുകളെല്ലാം മനപ്പാടവും. കുപ്പത്തൊട്ടിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. കലാകുടുംബത്തിന്റെ മികച്ച പിന്തുണയോടെ കുഞ്ഞുമനോയുടെ പഠിത്തവും പാട്ടുമെല്ലാമായ കലാവിസ്മയം തുടരും. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മഴനുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും. പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. NGO യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായ E. പത്മനാഭന്റെ 35ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത തലമുറ ജനിച്ചു ജീവിക്കേണ്ട ഈ കേരളത്തിൽ എന്തൊക്കെ നടക്കാവൂ എന്നും എന്ത് നടക്കരുതെന്നുമുള്ള തീരുമാനത്തിൽ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതിന്റെ വേറെ പേരാണ് നവകേരള നിർമ്മിതിയെന്ന് ഡോക്ടർ P. സരിൻ പറഞ്ഞു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P. സുരേഷ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു.
യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ഹരിലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇ നന്ദകുമാർ, RL സിന്ധു, യൂണിയൻ ജില്ലാ സെക്രട്ടറി പി സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഓരോ സർക്കാരിന്റെ കീഴിലും അഭിമാനാർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതും സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ തൃശൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിയുടെ 95% ജില്ലയിൽ പൂർത്തിയായി. നവംബർ 1 അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലാകെ 5013 അതിദരിദ്രരെയാണ് കണ്ടെത്തിയത്. ഇതിൽ 4649 പേർക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദ്രോഹ നടപടികളിൽ അസ്വസ്ഥരായ ജനങ്ങൾ അതിശക്തമായ എതിർവികാരമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസിന്റെ ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ബോധ്യപ്പെട്ടതായി ബെന്നി ബെഹനാൻ MP പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A.A. ഷുക്കൂർ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, MP ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. തെങ്ങിൻ തടിയിൽ തീർത്ത ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനക്കൊടി സ്വദേശിയായ പ്രമോദിന്റെ വീട്. ഒഴിവ് വേളകളിലാണ് ഈ മരപ്പണിക്കാരൻ മിഴിവാർന്ന ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ആശാരിപ്പണിക്കാരനായ പ്രമോദ് മരത്തിൽ ശില്പങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തെങ്ങിൻ തടി നടുപൊളിച്ച് ചോറ് കളഞ്ഞ് ഉറപ്പുള്ള പുറന്തോട് ഉപയോഗിച്ചാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ജോലി കഴിഞ്ഞെത്തിയാൽ പ്രമോദിന് ജീവിതമെന്നത് ശില്പനിർമ്മാണമാണ്. പ്രകൃതി, രാഷ്ട്രീയ, സാംസ്കാരിക നായകർ തുടങ്ങിയവയൊക്കെ ഈ കലാകാരന്റെ ശില്പവിഷയങ്ങളാണ്. തെങ്ങിലും പാഴ്മരങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ പ്രകൃതിയുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. സീമക്കൊന്നം മുതൽ തേക്ക് തടി വരെ ചെയ്തിട്ടുണ്ട്. മുളയിൽ ചെയ്തിട്ടുണ്ട്. സ്നേഹതീരത്തിലുള്ള ബലൂൺ പറക്കും, പിന്നെ ഹോഹോ ബീച്ചിലുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. മരം മാത്രമല്ല, മറ്റ് സാമഗ്രികൾ ഉപയോഗിച്ചും ഈ കലാകാരൻ ശില്പങ്ങൾ നിർമ്മിക്കാറുണ്ട്. 2-3 ദിവസങ്ങളിലെ ഒഴിവു സമയം കൊണ്ടാണ് പ്രമോദ് ഓരോ ശില്പവും പൂർത്തിയാക്കുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളുടെ തോടുപയോഗിച്ചുള്ള നിർമ്മിതിയും ശ്രദ്ധേയമാണ്. തന്റെ കലാവിരുത് ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഇടയ്ക്ക് പ്രദർശനവും ഒരുക്കാറുണ്ട്. കലാമൂല്യവും വ്യത്യസ്തതയുമാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നത് ഈ ശില്പിക്ക് കേവലം വിനോദം മാത്രമല്ല, ചാരിതാർത്ഥ്യജനകമായ കലാ സാക്ഷാത്കാരം കൂടിയാണ്. TCV തൃശൂർ. മുല്ലശ്ശേരി കോൾ മേഖലയിലെത്തിയാൽ കാറ്റിൽ മുളങ്കൂട്ടങ്ങൾ മൂളുന്ന സംഗീതം കേൾക്കാം. തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഇവിടെ നിരവധി പേരാണ് കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മാടക്കാക്കൽ പാലത്തിനു സമീപം KLDCയുടെ വടക്കേ ബണ്ടിനോട് ചേർന്നുള്ള ഫാം റോഡിലാണ് 1 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നിൽക്കുന്നത്. തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഫാം റോഡിൽ രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ പേർ എത്തുന്നത്. മുല്ലശ്ശേരി കനാലിൽ ഇടിയഞ്ചിറ പതിയാർകുളങ്ങര ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായാൽ ഫാം റോഡിന് പ്രസക്തിയേറുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സദാശിവൻ മധുക്കര പറഞ്ഞു. നമുക്കറിയാം, ഈ മുളയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മുന്നേക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് നട്ട മുള തൈകൾ ഇപ്പോൾ സഞ്ചാരികൾക്ക് നല്ല കാഴ്ചകളാണ് നൽകുന്നത്. ദേശാടന പക്ഷികൾ, ഒരുപാട് പാടത്തേക്ക് വരുന്ന ദേശാടന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മുളങ്കാടുകൾ. ആളുകൾ വ്യായാമത്തിനും നടത്തത്തിനും തിരഞ്ഞെടുക്കുന്ന മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ ഫാം റോഡിൽ സാമൂഹ്യ വനം വകുപ്പ് വിഭാഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് 9 വർഷം മുൻപാണ് അലങ്കാരമുളകൾ നട്ടത്. തണലിനൊപ്പം മണ്ണൊലിപ്പ് തടഞ്ഞ് ബണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശ്യവുമുണ്ടായിരുന്നു. 12 ഇനം മുളകൾ ഇവിടെയുണ്ട്. പക്ഷികളുടെയും ഇഷ്ടസങ്കേതമായും ഈ പ്രദേശം മാറിയിരിക്കുന്നു. TCV ന്യൂസ്, പാവർട്ടി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VC സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, കൌൺസിലർ റെജി ജോയ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ KK അനിത, ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് KP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചാവ് കേസിലെ പ്രതിക്ക് 3 വർഷം 6 മാസം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെരിങ്ങാവ് സ്വദേശി വാര്യത്തറമ്പിൽ വീട്ടിൽ സോമനെയാണ് തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് TP അനിൽ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 7 മാസം അധിക തടവ് അനുഭവിക്കണം.
2013 മെയ് 3-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് MK ഗിരീഷ് മോഹൻ കോടതിയിൽ ഹാജരായി. ഇന്ത്യൻ ഫുട്ബോൾ താരം വിപിൻ മോഹനന് ശേഷം തൃശൂർ ജില്ലാ പോലീസ് ഫുട്ബോൾ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും വീണ്ടും ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരോദയം. 14 വയസ്സുകാരനായ ആയുഷാണ് ഇന്ത്യൻ അണ്ടർ 14 ടീമിൽ ഇടം നേടിയത്. 2021 മുതൽ തൃശൂർ ജില്ലാ പോലീസ് ഫുട്ബോൾ ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനം ആരംഭിച്ച ആയുഷ് ഒറീസയിലെ ഇന്ത്യൻ അണ്ടർ 14 ഫുട്ബോൾ ക്യാമ്പിലാണ്. കൊടുങ്ങല്ലൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ചയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ കേസിൽ 2 പേർ അറസ്റ്റിൽ. മേത്തലപ്പാടം സ്വദേശികളായ കാട്ടുകണ്ടത്തിൽ വീട്ടിൽ അനീഷ് കുമാർ, മനയത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി TKS പുരത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്ന SI K സാലിം, CPO അമൽദേവ് എന്നിവർ മദ്യലഹരിയിൽ കാറോടിച്ചു വന്ന മേത്തലപ്പാടം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ സനീഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേസമയം കാറിലുണ്ടായിരുന്ന പ്രതികൾ സനീഷിനെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു. എരുമപ്പെട്ടിയിൽ കാർ പുറകോട്ടിറക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീടിന്റെ മുൻവശം ഇടിച്ചു തകർത്തു. എരുമപ്പെട്ടി യത്തിങ്കാന റോഡിൽ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമായിരുന്നു അപകടം. എരുമപ്പെട്ടി തോട്ടുങ്ങൽ പീടികയിൽ കുഞ്ഞുമോന്റെ മതിലും വീടിന്റെ മുൻവശവുമാണ് തകർന്നത്. വേലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റി വന്ന യാത്രക്കാർ കാർ തിരിക്കുവാൻ പുറകോട്ടെടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്കിറങ്ങി കാറിന്റെ പുറകുവശം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്ന വീട്ടമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ BJP. കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപത്തിനിരയായ വയോധികയുടെ വീട് CPM പ്രാദേശിക നേതൃത്വം സന്ദർശിച്ചു. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് അധിക്ഷേപത്തിനിരയായ കൊറത്തിശ്ശേരി സ്വദേശിനി ആനന്ദവല്ലി. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം. വടക്കാഞ്ചേരി ഇൻസ്പെക്ടറുടെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പരാതിക്കാർ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി. തൃശൂർ സിറ്റി ACP സലീഷൻ ശങ്കരനെ സ്ഥലം മാറ്റി. KG സുരേഷ് പുതിയ ACP. ACPയെ സ്ഥലം മാറ്റിയത് CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം DN പ്രതാപൻ. സംസ്ഥാനത്ത് പാൽ വില കൂടും. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വർധനയെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നതോടെയാണ് പ്രതികൾ പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.